ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിൽ ഇപ്പൊ നടന്നുകൊണ്ടിരുന്നത് ജിൻഡോയും ജാസ്മിന്റെയും കേസ് ആയിരുന്നു. ഇന്നലെ പവർ ടീം വിളിച്ചു കൂട്ടിയ മീറ്റിംഗിൽ തന്നെ 2 ദിവസമായി ജാസ്മിൻ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റസ്മിൻ വന്ന് തന്നോടൊപ്പം പറഞ്ഞിരുന്നു ജാസ്മിൻ ഭയങ്കര ഡൗൺ ആണ്, ഇപ്പൊ ഒന്നും ഒരു പ്രശ്നം ഉണ്ടാക്കരുത്, 2 ദിവസത്തേക്കൊന്ന് ക്ഷമിക്കണം എന്ന് റസ്മിൻ പറഞ്ഞിരുന്നു. അങ്ങനെ റസ്മിൻ വന്ന് പറഞ്ഞുകൊണ്ടാണ് താൻ മിണ്ടായിരുന്നത്. അല്ലായിരുന്നെങ്കിൽ ജാസ്മിനെ കാലേ വാരി നിലത്തടിച്ചേനെ എന്ന് ഇന്നലെ ജിൻഡോ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. തന്നെ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി എന്ന രൂപത്തിലാക്കി ജാസ്മിൻ ആ കേസ് കൊടുത്തു. ഭൂരിപക്ഷ തീരുമാനത്തിലായിരിക്കും കേസിന്റെ വിധി എന്നും പവർ ടീം പറഞ്ഞിരുന്നു. ഇപ്പൊ മോഡറേറ്റർ ആയിട്ട് ശരണ്യായിരുന്നു ഉണ്ടായിരുന്നത്. ജാസ്മിനും ജിൻഡോയും അവരുടെ പക്ഷം പറഞ്ഞു. തന്നോട് വളരെ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ജിൻഡോ പെരുമാറുകയും തന്നെ കാലേവാരി നിലത്തടിക്കും എന്ന് പറയുകയും ചെയ്തു. ഇപ്പൊ ജിൻഡോയും പറയുന്നുണ്ട്, ഞാൻ ക്യാപ്റ്റൻ ആയ ശേഷം ഞാൻ അങ്ങനെ ജാസ്മിനെ അറ്റാക്ക് ചെയ്യും എന്നുള്ളൊരു മീനിങ് ഞാൻ പറഞ്ഞതല്ല. ജാസ്മിൻ തന്നെ 2 ദിവസമായി പ്രവോക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ താനും തിരിച്ച് റിയാക്ട് ചെയ്തേനെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് എന്ന് ജിൻഡോ പറയുന്നു. ഇപ്പം ഭൂരിപക്ഷ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ള ഓരോ മത്സരാർത്ഥികളോടും അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അഭിപ്രായം ചോദിക്കുന്നുണ്ട്. അതിൽ 8 പേര് ജിൻഡോയ്ക്കും 7 പേര് ജാസ്മിനും വോട്ട് ചെയ്യുന്നു. ശ്രീരേഖ, അൻസിബ, സായി, അഭിലാഷ്, ശ്രീകുമാർ, ജാൻമണി, ഋഷി, സിബിൻ എന്നിവരാണ് ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യുന്നത്. അതിൽ അഭിഷേകും ഋഷിയും ഒക്കെ പറഞ്ഞ വ്യക്തമായിട്ടുള്ള റീസൺസ് ആയിരുന്നു. അഭിഷേക് പറയുന്നുണ്ട്, ഈ വീട്ടിൽ പലരും ജിൻഡോ പറയുന്നതിനേക്കാൾ വളരെ മോശമായിട്ടുള്ള വാക്കുകൾ പറയുകയും അസഭ്യ വാക്കുകൾ പറയുകയും ചെയ്യുന്നുണ്ട്. ജിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരിൽ മാത്രം കേസ് എടുക്കുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഋഷിയും പറയുന്നുണ്ട്, ജിൻഡോ അങ്ങനെ പറഞ്ഞത് ലിറ്ററലി പറഞ്ഞതാണ്, അല്ലാതെ ഒരാൾക്കും കാലേ വാരി മറ്റൊരാളെ നിലത്തടിക്കാനൊന്നും പറ്റില്ല. ജിൻഡോ ഇതുവരെ ഒരാളെയും അറ്റാക്ക് ചെയ്തിട്ടുമില്ല. ഈ വീട്ടിൽ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു പ്ലെയർ ആണ്, സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയർ ആണ് ജിൻഡോ. ഫിസിക്കൽ ടാസ്കിലൊന്നും ഇതുവരെ മറ്റു മത്സരാർത്ഥികളെ അറ്റാക്ക് ചെയ്തിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് ജിൻഡോ എന്നും സിബിൻ പറയുന്നു. അങ്ങനെ അർജുനും ഗബ്രി, റസ്മിൻ, അഭിലാഷ്, അപ്സര, പൂജ ഇവരൊക്കെ വോട്ട് ചെയ്യുന്നത് ജാസ്മിനാണ്. അങ്ങനെ ഭൂരിപക്ഷം ജിൻഡോയ്ക്ക് കിട്ടിയതുകൊണ്ട് തന്നെ കേസ് ജിൻഡോയാണ് ജയിക്കുന്നത്. ജാസ്മിന്റെയും ഗബ്രിയുടെയും ജിൻഡോയ്ക്ക് നേരെയുള്ള ഒരു തുറുപ്പ് ചീട്ടായിരുന്നു. അങ്ങനെ അതും കുളവാക്കി പവർ ടീം കൈകൊടുത്തു. അപ്പൊ മറ്റെന്തെങ്കിലും കേസുകളുണ്ടോ, മറ്റെന്തെങ്കിലും പരാതി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജിൻഡോ തന്നെ ഇന്നലെ ഗബ്രി അസഭ്യ വാക്കുകൾ പറഞ്ഞതും പവർ ടീമിന്റെ മുന്നിൽ പോയി കുഞ്ഞു നിന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ക്യാപ്റ്റൻ ആകാൻ സാധിച്ചത് എന്ന് പറഞ്ഞതും ജിൻഡോ പരാതിയായി ഉന്നയിച്ചു. അപ്പൊ ഇന്ന് തന്നെ ആ കേസിനും ഒരു തീരുമാനം ഉണ്ടാവും. ഗബ്രിക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കേസിന് ശേഷം ഒന്നും പറയാൻ പറ്റാതെ തങ്ങളുടെ ഉദ്ദേശം നടക്കാൻ പറ്റാത്തതിൽ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുന്ന ജാസ്മിനെയും ഗബ്രിയെയും നമുക്ക് കാണാം.